ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ബാംഗ്ലൂരിൽ നിന്നും മൈസൂർ വരെ പോകുന്ന EV പവർ പ്ലസ് ഒലിട്രയുടെ ബസ് യാത്ര വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്നും മൈസൂർ വരെ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 410 രൂപയാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബസ്സാണ് കേട്ടോ. പുഷ് ബാക്ക് സീറ്റും ബോട്ടിൽ ഹോൾഡറും മാഗസിൻ ഹോൾഡറും അതുപോലെ തന്നെ ചാർജിങ് പോയിൻറ്റും എല്ലാം ഉണ്ട്. കർണാടകയിലെ പൊല്യൂഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പം BMTC ബസ്സുകൾ ഉൾപ്പെടെ ഇലക്ട്രിഫൈഡ് ആക്കി തുടങ്ങിയിട്ടുണ്ട്. അതിൽ പെട്ട ഒരു ബസ് കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു EV പവർ പ്ലസ് ഒലിട്ര എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന കർണാടക RTCയുടെ AC ബസ്. സീറ്റുകൾ വരുന്നത് 2x2 ലെയർ ഔട്ടിലാണ് കേട്ടോ. ചാർജിങ് ബോട്ട് ഹാൻഡ് റെസ്റ്റിൻ്റെ ഇടയിലാണ് വരുന്നത്. EV പവർ പ്ലസ് ബസ്സുകൾ മെജസ്റ്റിക് സ്റ്റാൻഡിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യാറ്. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. മൈസൂർ റോഡ് സാറ്റലൈറ്റ് ബസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കിയിട്ടാണ് ആദ്യം നമ്മൾ പോകുന്നത്. സാറ്റലൈറ്റിൽ പോയി പിന്നീടാണ് മൈസൂരിലോട്ടുള്ള യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇടതുവശത്ത് കാണുന്നത് KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ നമ്മൾ മജസ്റ്റിക് സ്റ്റാൻഡിൽ നിന്നും സാറ്റലൈറ്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാറ്റലൈറ്റിൽ നിന്നുമാണ് കേരള ഭാഗത്തോട്ടുള്ള ബസ്സുകളും തമിഴ്നാട്ടിലോട്ടുള്ള കൂടുതൽ ബസ്സുകളും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇടതുവശത്ത് നമ്മുടെ കേരള RTCയുടെ സ്വിഫ്റ്റ് ഡീലക്സും സൂപ്പർ എക്സ്പ്രസ്സും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മളിത് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഡ്രൈവർ ക്യാബിൻ. അങ്ങനെ നമ്മൾ ബസ് എടുത്തു. ഈ ഒരു ബസ്സിന് ഒരൊറ്റ സിംഗിൾ ചാർജിൽ 300 കിലോമീറ്ററോളം ട്രാവൽ ചെയ്യാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റും. സസ്പെൻഷനൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള തന്നെ സസ്പെൻഷൻ തന്നെയാണ്. നമ്മൾ പോകുന്നത് കെങ്കേരി, ബിഡാടി, രാമനഗര, ചന്നപ്പട്ടണ, മാണ്ഡ്യ, ശ്രീരംഗപട്ടണ വഴിയാണ് മൈസൂരിലോട്ട്. സമയമായതിനാലാണ് കേട്ടോ ബ്ലോക്ക് കുറവ്, അല്ലെങ്കിൽ നല്ല ബ്ലോക്കുള്ള റൂട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു മൈസൂർ റോഡ്. ബാംഗ്ലൂരിൽ നിന്നും മൈസൂർ വരെ 140 കിലോമീറ്ററാണ് ട്രാവൽ ചെയ്യാനുള്ളത്. ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിലോട്ട് കർണാടക സാരികയുണ്ട്. അശ്വമേധ ബസ്സിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടതാണ്, അതും ഓടുന്നുണ്ട്. അതിന് പുറമെ രാജഹംസ ബസ്സുകളുണ്ട്, ഐരാവത് ബസ്സുകളുണ്ട്, അതേപോലെ ഈ ഒരു ഒലക്ട്ര വണ്ടികളുമുണ്ട്. സാരിക ബസ്സുകൾ കൂടുതലും സ്റ്റാർട്ട് ചെയ്യുന്നത് സാറ്റലൈറ്റ് സ്റ്റാൻഡിൽ നിന്നും തന്നെയാണ്. ചില രാജഹംസ ബസ്സുകളൊക്കെ മജസ്റ്റിക് സ്റ്റാൻഡിൽ നിന്നും സാറ്റലൈറ്റിലോട്ട് പോയി സാറ്റലൈറ്റിൽ നിന്ന് എടുത്ത് പോകാറുണ്ട്. പക്ഷേ കൂടുതലും ഒലക്ട്ര ഒഴികെ ബാക്കി എല്ലാ ബസ്സുകളും സാറ്റലൈറ്റ് സ്റ്റാൻഡിൽ നിന്നുമാണ് മൈസൂരിലോട്ടുള്ള യാത്ര ആരംഭിക്കാറ്.
മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബസ്സുകൾ നോൺ സ്റ്റോപ്പ് ബസ്സുകളായതിനാൽ യാത്രക്കാർ കൂടുതലും കയറും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ബാംഗ്ലൂർ സാറ്റലൈറ്റ് കഴിഞ്ഞാൽ പിന്നെ കെങ്കേരി കഴിഞ്ഞാൽ പിന്നെ മൈസൂർ മാത്രമേ ഈ ഒരു ബസ്സിന് സ്റ്റോപ്പുള്ളൂ. അതുപോലെ തന്നെയാണ് കർണാടകയുടെ അശ്വമേധ ബസ്സുകളും. സ്റ്റോപ്പുകൾ കുറവാണ്, അതുകൊണ്ട് ആളുകൾ കൂടുതലും കയറുകയും ചെയ്യും. അങ്ങനെ നമ്മൾ 2-2.5 മണിക്കൂർ കൊണ്ട് നമ്മളിത് മൈസൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൈസൂർ കർണാടകയിലെ 3ാമത്തെ വലിയ നഗരം കൂടിയാണ്. മൈസൂരിൽ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. അതിനാൽ വൺ ഡേ ട്രിപ്പൊക്കെ അടിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു മൈസൂർ. നിലവിൽ ബാംഗ്ലൂരിൽ നിന്നും ഡയറക്റ്റ് കേരളത്തിലോട്ട് ബസ് കിട്ടിയിട്ടില്ലെങ്കിൽ മൈസൂർ വന്നാൽ ബസ്സുകൾ അവൈലബിൾ ആണ്. കൂടാതെ മൈസൂരിൽ നിന്നും ഗുണ്ടൽപേട്ടയിലോട്ട് പോയി കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ടയിൽ നിന്നും സുൽത്താൻ ബത്തേരിയിലോട്ട് ഓർഡിനറി KSRTC ബസ് സർവീസും ഉണ്ട്. അങ്ങനെ നമ്മൾ മൈസൂർ